കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന പ്രേക്ഷകർക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പകൽ നമ്മുടെ ചിന്തയ്ക്കായി ഗലാത്യ ലേഖനം 4-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിക്കുന്നു. നാമോ സഹോദരന്മാരെ, ഇസാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. അബ്രഹാമിൻ്റെ കുടുംബത്തെ മൂന്നായിട്ട് ഞാനൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. 3 ഫാമിലി അബ്രഹാമിൻ്റെ കുടുംബത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അബ്രഹാം കെത്തൂറായെ പരിഗ്രഹിച്ചു. 5-ാം വാക്യത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ ആ വകയിൽ 5 മക്കൾ കെത്തൂറായ്ക്ക് അബ്രഹാം വഴി ഉണ്ടാകുവാനിടയായി. ഈ മക്കളൊക്കെ ജനിച്ചത് ഉപവാസപ്രാർത്ഥന നടത്തിയതുകൊണ്ടോ ഉണർവിയോഗം നടത്തിയതുകൊണ്ടോ ആത്മഭാരം കൂടിയതുകൊണ്ടോ ഒന്നുമല്ല. ജഡിക സന്തതി ഈ ലോകപ്രകാരം ജനിക്കുന്നതിന് ഇതൊന്നും ആവശ്യമില്ല. പക്ഷെ 6 സന്തതികൾ ജനിച്ചു. ആ സന്തതികളെ പാലസ്തീൻ്റെ മണ്ണിൽ നിന്ന്, വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് ഒഴിക്കുവാൻ വേണ്ടി അബ്രഹാം അവർക്ക് ദാനങ്ങളെ നൽകുന്നതായി കാണാൻ കഴിയും. വാഗ്ദത്തത്താൽ ജനിച്ചവന് വാഗ്ദത്തം കിട്ടുമ്പോൾ വാഗ്ദത്തമല്ലാതെ ജനിച്ച ജഡിക സന്തതികൾ ദാനങ്ങളെ കൊടുത്തു വിടുക. അബ്രഹാം പറഞ്ഞു, നിങ്ങൾ വലിയ ചാക്കുമായിട്ട് വരണം, നിങ്ങളുടെ ചാക്കിൽ വക്കോളവും നിറച്ച് തരാം. അങ്ങനെ 6 പേരും ആ ചാക്കുമായിട്ട് വന്നു. അവരുടെ ചാക്ക് നിറച്ച് ഒരുവൻ്റെ തലയിലേക്ക് ആ ചാക്കുകെട്ട് വിലയേറിയ ഭാരം വെച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുവീൻ, ഞാനതിനെ പുലർത്താം. എന്നാൽ വാഗ്ദത്ത പ്രകാരം ജനിച്ചവൻ്റെ തലയിൽ ഇപ്പോൾ ലോകത്തിൻ്റെ ഭാരം വന്നിരിക്കുകയാണ്. ഈ ഭാരച്ചുമടുമായി പാലസ്തീന് കിഴക്കോട്ട് അവരെ യാത്ര ചെയ്ത് വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് അവരെ ഒഴിപ്പിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ 1-ാമത്തെ ഫാമിലിയായ കെത്തൂറായ മക്കളെ വാഗ്ദത്ത ഭൂമിയിൽ നിന്ന് ഒഴിച്ചുവിടാനിടയായി. 2-ാമത്തെ ഫാമിലിയാണ് ആഹാറും ഇസ്മായിലും. ഒരു ചിരി അബ്രഹാമിൻ്റെ വീട്ടിൽ വരുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ദൂത് പറഞ്ഞതാണ്. ആ ചിരി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാതെ, കാത്തിരിക്കാതെ, വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കാതെ ഇസ്മായേലിനെ വില കൊടുത്ത് വാങ്ങി ഭവനത്തിനകത്ത് വാഴിപ്പാനിടയായി തീർന്നു. അതവരുടെ ജീവിതത്തിൽ വലിയ കെണിയായി മാറുവാൻ ഇടയായി. അപ്പോൾ ഈ വാഗ്ദത്തം ജനിക്കുവാൻ തടസ്സമായ ചിലത് ഭവനത്തിനകത്ത് വാസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം അബ്രഹാമിനോട് തന്നെ നേരിട്ട് ഇടപെട്ടു. ദാസിയും മകനെയും പുറത്താക്കണം എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം ജനിക്കാൻ സമയമായതുകൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടിയിൽ ഉണ്ടായി. 7 പ്രാവശ്യം അബ്രഹാമിന് ദൈവപ്രത്യക്ഷത വന്നുവെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ വാഗ്ദത്തം ജനിക്കുവാൻ സമയമായപ്പോൾ ദാസിയും മകനെയും പുറത്താക്കാനായിട്ട് ദൈവം പറയുകയാണ്. അങ്ങനെ ഒരു കെട്ടപ്പവും കൊടുത്ത് തുരുത്തിയിലെ വെള്ളവും കൊടുത്ത് ദാസിയും മകനെയും പറഞ്ഞു വിടുന്നതായി കാണുന്നു. 2-ാമത്തെ ഫാമിലിയാണത്. എന്നാൽ 3-ാമത്തെ ഫാമിലിയാണ് അബ്രഹാമും സാറായി. ഒറിജിനൽ ഫാമിലി അതാണ്. ആ വാഗ്ദത്തം നിവർത്തിക്കപ്പെടുവാൻ നീണ്ട 24 വർഷം, 25-ാമത്തെ വർഷം ആ വാഗ്ദത്തം നിറവേറി. അബ്രഹാമിന് 100 വയസ്സായി. 99 വയസ്സായപ്പോൾ വാഗ്ദത്തം വിളിച്ചുണർത്തിച്ചു. സാറായിക്ക് 89 വയസ്സായപ്പോൾ വാഗ്ദത്തം വിളിച്ചുണർത്തിച്ചു. ഇനി 1 വർഷമേ ഉള്ളൂ. ആ വാഗ്ദത്തം വിളിച്ചുണർത്തിച്ച സമയം മുതൽ ആ വാഗ്ദത്തത്തിന് അബ്രഹാം സാറയും കരം കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നീ പറഞ്ഞ വാഗ്ദത്തം നിറവേറാൻ പോകുന്നതിനായി സ്തോത്രം. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനായി സ്തോത്രം. അങ്ങനെ കരം പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ തറവാട്ടിൽ വാഗ്ദത്തത്തിൽ വിശ്വാസമില്ലാത്ത, ദൈവവചനത്തിൽ വിശ്വാസമില്ലാത്ത
318 അഭ്യാസികൾ അവിടെ പാർക്കുമ്പോൾ അഭ്യാസികൾ പറയുകയാണ്, അബ്രഹാമേ, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. അത് കാരണം നിൻ്റെ പ്രായവും സാറായുടെ പ്രായവും വെച്ച് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല. എന്നാൽ ഒരു വാഗ്ദത്തം നിറവേറ്റാൻ ദൈവത്തിന് പ്രായമൊന്നും വിഷയമല്ല. അഖിലാണ്ട ഉടമസ്ഥനായ ദൈവം സകലത്തെയും ഒരു വാക്കുകൊണ്ട് വിളിച്ചു വരുത്തിയവൻ, ഒന്നുമില്ലായ്മയിൽ നിന്നും ശൂന്യതയെ പണിതെടുത്തവന് വാർദ്ധക്യമൊന്നും വിഷയമല്ല. ദൈവം പറഞ്ഞ വാഗ്ദത്തം 90 വയസ്സിലും 100ാമത്തെ വയസ്സിലും നിവർത്തിക്കപ്പെടുവാൻ ഇടയായിത്തീരും. പ്രിയരെ, ദൂത് കൺക്ലൂഡ് ചെയ്യുന്നു. എന്നോടും നിങ്ങളോടും ദൈവം പറഞ്ഞ വാഗ്ദത്തം, തലമുറയോട് സഭയോട് ഒക്കെ ദൈവം പറഞ്ഞ വാഗ്ദത്തം, നിൻ്റെ കുടുംബത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ഈ ദിവസങ്ങളിൽ നിറവേറുവാനുള്ള കാത്തിരിപ്പായി ദൂത് മാറട്ടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേട്ട ഏവർക്കും സർവാശ്വാസമായ ദൈവം കൃപ തന്ന് നിലനിർത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ. ഒരു വാക്ക് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗപിതാവേ, ദൂത് കേട്ട ജനത്തിനായി പ്രേക്ഷകർക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആകുലതകൾ ഓടെ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ, മക്കളുടെ ഭാവി, കുടുംബത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യചിഹ്നങ്ങളോടെ ആയിരിക്കുന്നവരോട് ദൈവം ഇന്ന് പകൽ ഈ ദൂതിലൂടെ ഇടപെട്ടതിനായി സ്തോത്രം. അത് നിവർത്തിക്കപ്പെടുന്ന നാളുകളായി അവരുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ദിവസങ്ങളായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ. ശിമിയോൻ യേശുവിനെ കരങ്ങളെടുത്തു, നാഥാ, എൻ്റെ കണ്ണുകൊണ്ട് ഈ വാഗ്ദത്തത്തെ കാണുവാൻ എനിക്ക് ഭാഗ്യം തന്നുവെന്ന് ശിമിയോൻ പറഞ്ഞതുപോലെ ഈ ദൂതിൻ്റെ പിന്നിൽ ആ വാഗ്ദത്തം നിറവേറുന്നതിനായി സ്തോത്രം. അങ്ങനെ സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം.